എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ചുമന്ന ചീര കൊണ്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ തോരനാണ് വയ്ക്കാറ്. ഞാൻ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് തയ്യാറാക്കുന്നു എന്നേ ഉള്ളൂ. കഴിക്കാൻ നല്ല രുചിയാണ്. പക്ഷേ നമുക്ക് ചപ്പാത്തിക്കും ചോറിനും അതുപോലെ തന്നെ നമുക്ക് ബ്രെഡിനും കൂടെ കഴിക്കാം. അതല്ല നമുക്ക് ചോറും ചപ്പാത്തിയും ഒന്നും വേണ്ട, നമുക്ക് ഈ ചീര മാത്രം കഴിച്ചാൽ മതി എന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാം. ഒരുപാട് എണ്ണയൊന്നും ഇടാതെ കുറച്ച് നിങ്ങളെല്ലാം തയ്യാറാക്കുന്നതിൽ നിന്ന് കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കുന്നത്. നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഇത്ര ചീരയുണ്ട്, പക്ഷെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാത്രമേ ഇപ്പോഴും ഞാൻ വയ്ക്കുന്നുള്ളൂ കേട്ടോ. 2 പേർക്ക് കഴിക്കാനുള്ള ചീര മാത്രമാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം, നമ്മൾ ഏത് ഭക്ഷണ സാധനങ്ങളും നമ്മൾ പാകം ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ കുറച്ച് വൈറ്റമിൻസുകളും ഗുണങ്ങളെ പറ്റി കുറച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം നമ്മളിത് പാകം ചെയ്യുമ്പോഴേക്കും നമുക്ക് കഴിക്കാനും അതുപോലെ പാകം ചെയ്യാനും ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ചീരയിൽ ധാരാളം നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ K1 അടങ്ങിയിട്ടുണ്ട്. നൈട്രേറ്റ് അടങ്ങിയിട്ടുള്ളത് കാരണം നമ്മുടെ രക്തക്കുഴലുകൾ വികസിക്കാനും അതുകൊണ്ട് ബ്ലഡ് പ്രഷർ, നമ്മളെ BP ക്രമീകരിച്ച് നിർത്താനായിട്ട് വളരെ നല്ലതാണ് ഈ ചീര. അതുപോലെ നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, മുടിക്ക് വളരെ നല്ലതാണ്, സ്കിന്നിൻ്റെ ഷൈനിങ്ങിന് വളരെ നല്ലതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഈ ചീര ഇതുപോലെ തയ്യാറാക്കി കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാവാനും ഈ ചീര വളരെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഈ ചീര കിട്ടിയാലും ഈ ചീര നിങ്ങൾ വാങ്ങാതെ പോകരുത്. നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഈ ചീര കഴിക്കാനായിട്ട് ശ്രമിക്കണം. വളരെ വിലക്കുറവുമാണ്. നാടൻ ചീര കിട്ടിയാൽ അത് തന്നെ വാങ്ങി കഴിക്കണം കേട്ടോ. പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡന്റ് ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ക്യാൻസറൊക്കെ വരാതെ തടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ചീര ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവാള കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2-3 കറിവേപ്പില, പിന്നെ കാന്താരി മുളക്. നിങ്ങൾക്ക് കാന്താരി മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പച്ചമുളകായാലും മതി. ഇതെല്ലാം നിങ്ങൾക്ക് പച്ചമുളക് ഇഷ്ടമില്ല, വറ്റൽ മുളക്, നമ്മൾ സാധാരണ എരിവുള്ള ചുവന്ന മുളകാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. വെളുത്തുള്ളി ചതയ്ക്കണ്ട, വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞ് ഇങ്ങനെ തന്നെ വച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് ഈ കറിവേപ്പിലയും പച്ചമുളകും ഈ സവാളയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ടില്ല, ചതയ്ക്കാതെ വെറുതെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ചാണ് കേട്ടോ, കൂടുതൽ മഞ്ഞൾപ്പൊടി ആയി പോകരുത്. ഇത് കൈ കൊണ്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിക്കാം. ഈ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയുടെ മണവും ഈ ചീരയുമായിട്ട് നല്ലതുപോലെ യോജിച്ച് വരണം. അതുവരെ ഒന്ന് നല്ലതുപോലെ എല്ലാം കൂടി യോജിക്കുന്നത് വരെ നമുക്ക് നല്ല രീതിയിലൊന്ന് കൈ കൊണ്ട് ഇതുപോലെ ഞെരടി കൊടുക്കാം. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ രുചിയും വേണം, അതോടൊപ്പം തന്നെ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും നശിച്ചു പോകാതെ വേണം നമ്മൾ പാകം ചെയ്യാൻ. എന്നാൽ മാത്രമേ നമ്മൾ കഴിച്ചത് കൊണ്ട് നമുക്ക് ഫലമുള്ളൂ. നമ്മൾ വെറുതെ കഴിച്ചത് കൊണ്ട് നമുക്ക് യാതൊരു ഫലവുമില്ല. അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ വേണം നമ്മളിത് പാകം ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ചേർത്ത് കൊടുക്കാതെയാണ് ഞാനിപ്പോൾ ഇത് വേകാനായിട്ട് വയ്ക്കാൻ പോകുന്നത്. എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ലോ ടു മീഡിയം ആക്കിയതിന് ശേഷം നമുക്ക് വേകാനായിട്ട് വെച്ച് കൊടുക്കാം. ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുത്താൽ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ വൈറ്റമിൻസും കുറേയൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഉപ്പ് ചേർക്കാത്തത്. അതുകൊണ്ട് കുറച്ച് വെന്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുവരേക്കും ഒരല്പം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഉപ്പ് ചേർക്കാത്തത് കൊണ്ട് ഒരുപാട് വെള്ളം ഇറങ്ങി വരാനുള്ള സാധ്യത കുറവാണ്. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ ആദ്യമേ വെള്ളം ഒരുപാടായി പോയാൽ ചീര അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ആദ്യമേ ചേർക്കാത്തത്. ഇത് പെട്ടെന്ന്
നമുക്ക് വെന്ത് കിട്ടും. നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ഒരു 2 മിനിറ്റ് കൊണ്ട് വേകുന്ന ചീരയാണിത്. ഒരുപാടൊന്നും വേവിക്കുകയും ചെയ്യരുത് കേട്ടോ. പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ചൊന്നും വെക്കണ്ട. ഇത് കണ്ടോ, ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തതും വെള്ളം ഇറങ്ങി വരാനായിട്ട് തുടങ്ങി. വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒട്ടും വെള്ളത്തിൻ്റെ അംശം വേണ്ട ഇതിൽ എങ്ങും ഇല്ല. നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ്. നിങ്ങൾ കഴിച്ച് നോക്കണം. നമ്മൾ കുമ്പിൾ കഴിക്കുമ്പോൾ എങ്ങനെ ടേസ്റ്റ് ഉണ്ട് അതേ ടേസ്റ്റ് തന്നെയായിരിക്കും ഇത്. ഇതുപോലെ തന്നെ കഴിക്കാനായിട്ട് ഇതിൽ എണ്ണയോ തേങ്ങയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കഴിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. ഇത് വെറുതെയും നമുക്ക് കഴിക്കാം. നല്ല രുചിയാണ്. നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം കഴിച്ചു നോക്കണം. ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ കഴിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരും കേട്ടോ. മറക്കാതെ ഈ രീതിയിൽ ഒന്ന് കഴിച്ചു നോക്കണം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ലാസ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ തേങ്ങ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് തേങ്ങയുടെ രുചി നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നത്. ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ്. കുറച്ച് മാത്രം ഒരല്പം നേരം ആവി വന്നാൽ മാത്രം മതി. ഒരുപാട് നേരം തേങ്ങ വേകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇളം തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് പഴുത്ത തേങ്ങ ചേർത്ത് കൊടുക്കണ്ട. ഇളം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കടായി ചൂടാക്കി ഞാൻ എണ്ണ ഒഴിച്ചൊരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് തൂവി കൊടുക്കാം. പതച്ച വറ്റൽമുളക് എല്ലാം കൂടി നമുക്കൊന്ന് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മുട്ട നമ്മൾ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മുട്ടയുടെ ടേസ്റ്റ് നമുക്ക് വായിൽ കിട്ടും. നമുക്ക് മുട്ട സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടണം കേട്ടോ. അങ്ങനെ വേണം നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ മുട്ട ഒന്നും ചേർക്കാതെയും നല്ല രുചിയാണ്. ഇതിന് വേണമെങ്കിൽ ഒരല്പം പച്ച വെളിച്ചെണ്ണ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ പച്ച വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം മുട്ടയിൽ ഞാൻ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചാണ് ഇപ്പോൾ ഈ മുട്ട ഇതുപോലെ പൊരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചീരയിൽ സെപ്പറേറ്റ് ആയിട്ട് എണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇനി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബ്രെഡിൽ സെറ്റ് ചെയ്ത് കഴിക്കുന്നത് എങ്ങനെയാണ് അതുകൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഒരല്പം നെയ്യ് ഇതുപോലെ പുരട്ടിയിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം ബ്രെഡ് നല്ല രീതിയിൽ ടോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ആദ്യം ഈ ചീര വെച്ച് കൊടുക്കാം. ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണേ. കുട്ടികൾക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിൽ ബട്ടർ വെച്ച് കൊടുക്കാം, ചീസ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു സവാള ഇതുപോലെ അരിഞ്ഞത്, തക്കാളി കനം കുറഞ്ഞ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് നമുക്ക് 2 എണ്ണം ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരെണ്ണം ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങളിത് കഴിച്ചു നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി കഴിച്ചു നോക്കാമേ. സൂപ്പർ ടേസ്റ്റാണ്. ഇതിൽ നമ്മളിങ്ങനെ ചീര വച്ചിട്ടുണ്ടെന്നേ അറിയത്തില്ല. കുട്ടികൾക്കൊന്നും നിങ്ങൾ പറയേ വേണ്ട ഇതിനകത്ത് ചീര വച്ചിട്ടുണ്ടെന്ന്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി കൊടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ച് ചീസ് കൂടി വെച്ചിട്ട്
നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടികൾ, ചീരയൊക്കെ കഴിക്കാത്ത കുട്ടികൾ ഈ ഐഡിയയിൽ കൊടുത്താൽ എന്തായാലും കഴിക്കും. നിങ്ങൾ ഇത് കഴിച്ച് നോക്കണം കേട്ടോ, നല്ല രുചിയാണ്.